Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. തിമോത്തിയോസ് 1-12-13-14-15-16 വചനം പറയുന്നു, എന്നെ ശക്തനാക്കുന്ന നമ്മുടെ ദൈവമായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ചു, അവിടുത്തെ വിശ്വസ്തനായി എന്നെ കണക്കാക്കി. മുൻപ് ഞാൻ അവിടുത്തെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അവിടുന്ന് എന്നോട് കരുണ കാണിച്ചു. കാരണം അറിവില്ലാത്ത അവിശ്വാസിയായിട്ടാണ് അന്ന് ഞാൻ പ്രവർത്തിച്ചത്. എന്നാൽ കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹത്തിലും വിശ്വാസത്തിലും എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ വിളിക്കുവാനുള്ളതുള്ള പ്രസ്താവന തികച്ചും സ്വീകാര്യവും വിശ്വസനീയമാണ്. കാരണം പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട യേശുവിൻ്റെ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യം, ദൈവം കൂടുതൽ സ്നേഹിക്കുന്ന ഈ കാലഘട്ടത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ദൈവം തെരഞ്ഞെടുത്ത നിങ്ങൾ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം എന്നെ അനുവദിച്ചു എന്നുള്ളതാണ്. 10, 32, 33 വർഷക്കാലം തികച്ചും പൈശാചികമാകുന്ന പീഡകളാൽ പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, പെത്തഡിൻ ഇഞ്ചക്ഷൻ, സർജിക്കൽ ബ്ലേഡിന് ശരീരം മുഴുവൻ വലിച്ചു കീറുക, ക്ലോറോപ്രൊമൈസിൻ പൊടി ഉപയോഗിക്കുക, അങ്ങനെ തീർച്ചും പൈശാചികമാകുന്ന ബന്ധനത്തിൽ കഴിഞ്ഞ ഒരു അക്രൈസ്തവ കുടുംബത്തിലെ ഓം പ്രകാശ് ആയിരുന്നു ഞാൻ. നിങ്ങൾ ഓർക്കണം, എൻ്റെ സ്വദേശം കോട്ടയമാണ്. എൻ്റെ അമ്മച്ചി അവിടെ പോലീസ് ഇൻസ്പെക്ടറായിട്ട് ആ കാലത്ത് വർക്ക് ചെയ്യുന്നു. എൻ്റെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. എന്നെ അറിയാത്തവർ കോട്ടയം ജില്ലയിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടോ. അത്രത്തോളം പിശാചിൻ്റെ കറക്റ്റ് പൈശാചിക പീഡകളാൽ ബന്ധിതനായി അപ്പച്ചനും അമ്മച്ചിയും നാട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച ഒരു ജീവിതം. പുകവലിക്കുക, മദ്യപിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക, കഞ്ചാവ് വലിക്കുക, സർജിക്കൽ ബ്ലേഡിന് ശരീരം മുഴുവൻ സർജിക്കൽ ബ്ലേഡിന് വരഞ്ഞു കീറുക, ക്ലോറോപ്രൊമൈസിൻ പൊടി ഉപയോഗിക്കുക. എന്തിനു കൂടുതൽ പറയുന്നു, ബോസ്നേക്ക് ബെയ്റ്റ് മാത്രം ദൈവത്തിൻ്റെ സഹായത്താലും കൃപയാലും എടുക്കാൻ സാധിച്ചില്ല. പദ്ധതിയായിരുന്നു അത്, ദൈവത്തിൻ്റെ വലിയ പദ്ധതി തന്നെയായിരുന്നു. അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് യേശു ആരാണെന്നറിയില്ല, യേശുവിനെ കുറിച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ല, വിശുദ്ധ ഗ്രന്ഥം എന്തെന്ന് എനിക്കറിയത്തില്ല, പ്രാർത്ഥന എനിക്കറിയത്തില്ല.
എല്ലാം തൻ്റെ മകൻ്റെ ജീവിതം ഉപേക്ഷിക്കപ്പെട്ടു. ഇനി അവനെ തിരിച്ചു കിട്ടില്ല, പോകുന്ന വഴിക്ക് ചത്തുകൂടെ എന്ന് പോലും ചോദിച്ച അപ്പച്ചനും അമ്മച്ചിയും. അവസാന നാളുകളിൽ ഒരിത്തിരി വെള്ളം പോലും ഈ മകൻ്റെ ഇന്ന് കുടിക്കാൻ കിട്ടത്തില്ല എന്ന് തന്നെ അവർ മനസ്സിൽ ഉറപ്പിച്ചു. നിനക്ക് രാവിലെ പോകുന്ന വഴിക്ക് ചത്തുകൂടെ? നീ എന്തിനാണ് ഞങ്ങളുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത്? എത്രയോ പാവപ്പെട്ട മക്കൾ വണ്ടി അടിച്ചു പോകുന്നു, എത്രയോ പേര് മാരക രോഗം വന്നു പോകുന്നു, പോയി മരിച്ചു കൂടെ എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ഒരു ജീവിതം. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27:10, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നിങ്ങൾ ഓർത്തോണം, ഒരു വിവാഹത്തിലൂടെ തൻ്റെ മകൻ്റെ ജീവിതം മാറിക്കിട്ടും. ഒരു വിവാഹത്തിലൂടെ, ഒരു ജീവിത പങ്കാളിയിലൂടെ, ആ സാന്നിധ്യത്തിൽ ഇവൻ്റെ മദ്യപാനം, ഇവൻ്റെ പുകവലി, ഇവൻ്റെ മയക്കുമരുന്ന്, ഈ ദുശീലങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ജീവിതം തിരിച്ചു കിട്ടുമെന്നുള്ള വീട്ടിലെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഒരു പ്രതീക്ഷ. വിവാഹം ആലോചിക്കാൻ തുടങ്ങി. ഒരുപാട് ആലോചനകൾ അവർ ആലോചിച്ചു. ഇവരെല്ലാം കോട്ടയം ജില്ലയിൽ വന്ന് അന്വേഷിക്കുമ്പോൾ അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവളെ കൊല്ലും. അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ദിവസം ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ വാതുക്കാലുള്ള ഫാമിലി ഹോട്ടലിൻ്റെയോ അങ്ങനെയുള്ള പരിസര പ്രദേശം വഴി കട നടയിൽ കിടക്കും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ വാതുക്കെ കാണും. അവനിത് കിട്ടാത്ത ദിവസം ഇവിടെ എവിടെയെങ്കിലും അലഞ്ഞ് നടക്കും. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കെട്ടിച്ചുകൂടെ? കൊച്ചിനെ കൊല്ലാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ കെട്ടിച്ചു കൊടുക്കാം. അവൻ മുഴുഭ്രാന്തനാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, അത്രത്തോളം പൈശാചിക പീഡകളാൽ കടന്നൊരു ജീവിതത്തിലേക്ക് അപ്പച്ചൻ്റെ അമ്മച്ചയുടെയും ഒരു ആഗ്രഹം, ഇവനൊരു മാറ്റമുണ്ടാവും എന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് അവർ വിവാഹ ആലോചനകൾ അവർ തുടങ്ങി. അങ്ങനെ പത്രത്തിലൂടെ ഒരു വിവാഹാലോചനകൾ വരികയാണ്. 200 കല്യാണങ്ങൾക്ക് മുകളിൽ ഒരുപാട് കുട്ടികൾ വന്ന് അന്വേഷിച്ചു കഴിയുമ്പോൾ അവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടവനാണ്, കെട്ടിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും മുടങ്ങിപ്പോകുന്നു. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ മുറിഞ്ഞകൽ ദേശത്ത് ഒരപ്പച്ചൻ മരിച്ച അമ്മ കഷ്ടപ്പെട്ട് വളർത്തി പശുവിനെയൊക്കെ പാലുമൊക്കെ കൊടുത്ത് കഷ്ടപ്പാടിലൂടെ വളർത്തിയ 2 പെൺകുട്ടികളിൽ മൂത്ത മകൾ അനില എന്ന് പറയുന്ന ഒരു മകളെയായിരുന്നു ദൈവം എനിക്കൊരുക്കിയത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിയാവുന്ന ഒരു മകളായിരുന്നു. ഒരുപാട് ക്രിസ്തു മക്കളുടെ മധ്യത്തിൽ നിന്ന് ജോലിക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന മകൾ യേശുവിനെ അവരിലൂടെ അറിയാൻ സാധിച്ചു. 14 വർഷക്കാലം വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിൽ മാത്രം വിശ്വസിച്ച ആ മകള് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് അനുവദിക്കുന്നതാണെങ്കിൽ ഇതൊക്കെ. അക്രൈസ്തവ കുടുംബത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിലൂടെ കണ്ടുമുട്ടി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ കല്യാണം 2005 മാർച്ച് 17 ഉറപ്പിക്കുകയായിരുന്നു. മാർച്ച് 17 വിവാഹം നടക്കാനിരിക്കെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ആ മകള് പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരുപാട് സഹപാഠികൾ ആ മകളെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇവനെ കല്യാണം കഴിക്കരുത്, ഇവന്റെ പേര് ഓംപ്രകാശ് എന്ന, ബാംഗ്ലൂർക്ക് എല്ലാവർക്കും അറിയാം, ഈസ് ഹൈലി ഇൻഫ്ലമബിൾ, ഡ്രഗ് അഡിക്റ്റാ, കൊല്ലും, ചേച്ചി ഇന്ന് രാത്രി തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഓടിക്കൂ. അമ്മച്ചി കഷ്ടപ്പെട്ട് വളർത്തി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ചേച്ചിയെ കല്യാണം കഴിച്ച് വിടുമ്പം ചേച്ചി അറിഞ്ഞുകൊള്ളുക, അവന് ഭ്രാന്താണ്, നമുക്ക് ഈ കല്യാണം വേണ്ട. എന്ത് ചെയ്യും എന്നറിയാതെ കതകടച്ച് മുറിക്കുള്ളിൽ പോയി വിശുദ്ധ ഗ്രന്ഥം തുറന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ 22 വർഷം മുമ്പ് എൻ്റെ അപ്പച്ചൻ മരിച്ചു, എൻ്റെ അമ്മച്ചി കഷ്ടപ്പെട്ട് വളർത്തി എന്നെ ഇവിടെ വരുത്തിച്ചു. എല്ലാവരും വിളിച്ചു പറയുന്നു ഈ മകനെ കല്യാണം കഴിക്കരുതെന്ന്, നാളെ കഴിഞ്ഞ് എൻ്റെ വിവാഹമാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് വചനത്തിലൂടെ സംസാരിക്കാവൂ. യേശുവിലെ പ്രിയമുള്ളവരെ, ആ മകള് വിശുദ്ധ ഗ്രന്ഥം തുറന്നു കഴിഞ്ഞപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-14 വചനം പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. വചനം വായിച്ചു കേട്ട് മനസ്സിലാകാതെ വീണ്ടും ആ മകളത് വീണ്ടും ബൈബിൾ അടച്ച് കർത്താവേ ഒരിക്കൽ കൂടി ഒന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ് തുറന്നു. വീണ്ടും ആ മകളിലൂടെ വചനം കിട്ടി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വചനം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന അവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ആ ജീവന്റെ വചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് 2005 മാർച്ച് 17 മകള് വിവാഹത്തിനൊരുങ്ങി കെട്ടുതാലി കെട്ടുവാൻ കഴുത്ത് നീട്ടി തിരിഞ്ഞപ്പോൾ അവൾ ആശ്രയിച്ചത് യേശുവിൽ മാത്രമായിരുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 5.5 വർഷം
ആ മകൾ എടുത്ത വേദന, ആ മകൾ അനുഭവിച്ച വേദന, ആ മകൾ കടന്നുപോയ വഴി. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, 3 വട്ടം കോഴഞ്ചേരി വെണ്ണിക്കുളം പാലത്തിൽ നിന്ന് വണ്ടി താഴോട്ട് മറിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. നിമോവാക് ഇഞ്ചക്ഷൻ കുത്തി, മസിൽ റിലാക്സ് ഇഞ്ചക്ഷൻ കുത്തി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പില്ലോ മുക്കി ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഒരുങ്ങിയിട്ടുണ്ട്. അവള് വിശ്വസിച്ചത് യേശുവിലായിരുന്നു. ആ യേശുവിലേക്ക് അവൾ പ്രാർത്ഥിച്ചത് പരിശുദ്ധ മറിയത്തിലൂടെയായിരുന്നു. ദൈവമാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥന ആ മകളെ ഒന്ന് പോറാൻ പോലും ദൈവം അനുവദിച്ചില്ല. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, 5.5 വർഷം ആ മകൾ അനുഭവിച്ച വേദന. ഇന്നും ഇടത് ചെവിക്ക് കേൾവി കുറവാണ്, ഉപദ്രവിച്ചതാണ്. നിങ്ങൾക്കറിയാവോ, ഈ കഞ്ചാവെല്ലാം കൂടെ കഴിച്ചിട്ട് ലഹരി പിടിച്ചു കഴിയുമ്പം സർജിക്കൽ ബ്ലേഡ് വാങ്ങിച്ചിട്ട് കൈയുടെ ഇവിടെ മുഴുവൻ വരയും, ശരീരം മുഴുവൻ വരയും. എന്നിട്ട് ക്ലോറാപ്രൈസിൻ ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തില് ജീവിതം വഴിപെട്ടുപോയ അവസ്ഥ. ആ മകൾ ആശ്രയിച്ചത് യേശുവിന്. ദുബായില് N7 213 എന്ന് പറയുന്ന റൂം നമ്പറില് ഇന്റർനാഷണൽ സിറ്റിയില് ആ മകള് ദുബായ് മെഡ്കെയർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരിക്കെ 5.5 വർഷവും അവള് തല്ല്. രാത്രി 2 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന അവളെ ചോറും കറിയും എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് വീണ്ടും ഉപദ്രവിച്ചിട്ട് കറി ഉണ്ടാക്ക്, ചോറുണ്ടാക്കുന്നു പറയുന്നു. യേശു ആരാണെന്നറിയാത്ത വിജാതീയ പശ്ചാത്തലത്തിൽ അക്രൈസ്തവനായിരുന്ന ഓം പ്രകാശ് യേശു ആരാണെന്നറിഞ്ഞ മകളെ തല്ലുമ്പോഴും അവൾ ആശ്രയിച്ചത് യേശുവിൽ മാത്രമായിരുന്നു. ഓരോ തല്ലു വാങ്ങുമ്പോഴും അവൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എൻ്റെ കൂട്ടുകാരികളുടെ ജീവിത പങ്കാളിയൊക്കെ പള്ളി വന്ന് നിന്നെ ആരാധിക്കുന്ന പോലെ എൻ്റെ അനുച്ഛേദനെ ഒന്ന് മാറ്റിത്തരാമോ? 5.5 വർഷം. നിങ്ങൾക്കറിയാൻ പ്രിയപ്പെട്ട 5.5 വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു, ഒരു പ്രയോജനമില്ല. എല്ലാ വഴികളും നോക്കി അവസാനം യേശുവിൽ മാത്രം നോക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടുമില്ല. എനിക്ക് വിശ്വാസമില്ല. 5.5 വർഷത്തില് ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിരുന്ന മകളെ ഒരുപാട് ഉപദ്രവിച്ചു, കമ്പ്യൂട്ടറൊക്കെ എടുത്ത് അടിച്ചു, ഒത്തിരി ഉപദ്രവിച്ച് കൊല്ലാനുള്ളൊരു ശ്രമം. കറിയെല്ലാം എടുത്ത് കളഞ്ഞു, മദ്യത്തിന്റെ ലഹരി, പുക വലിച്ചും അതും ഇതും എല്ലാം വലിച്ച് ഒരുമാതിരി പിശാചിന്റെ പ്രകൃതം. അന്ന് ഒത്തിരി വേദനയോടുകൂടി ആ മകൾ കടന്നു. പിറ്റേ ദിവസം രാവിലെ ആ മകൾ ഡ്യൂട്ടിക്ക് മെഡ്കെയർ ഹോസ്പിറ്റലിലോട്ട് പോകാൻ നേരത്ത് അവൾ എന്ത് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് അവൾ എന്നോട് പറഞ്ഞു, അന്ന് അവൾ പ്രാർത്ഥിച്ചത് ഇതായിരുന്നു, കർത്താവേ, 5.5 വർഷക്കാലമായിട്ട് ഒരു കുരിശ് ഞാൻ ചുമക്കുക. ഒത്തിരി തല്ലിയിട്ടുണ്ട്, ഒരുപാട് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ എന്നെ തല്ലി എൻ്റെ ഇടത് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു. കർത്താവ്, ഇനി എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഒരു മറുപടി തന്നുകൂടെ? ദൈവത്തെ അറിയാതെ രാവിലെ മുതൽ മദ്യപിക്കുന്നു. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, 2 ബോട്ടിലും മദ്യമാണ് ഡെയിലി കഴിക്കുന്നത്. 13 കൂട്ടുകാരിൽ 10 പേരും ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുന്നില്ല. ഈ മയക്കുമരുന്നും മദ്യത്തിനും അടിമപ്പെട്ടവരെല്ലാം ഇന്ന് ജീവിച്ചിരിപ്പുന്നില്ല. 3 പേരിൽ ഒരുവനെ ദൈവത്തിന്റെ ശക്തി ദുബായിൽ നിന്ന് നിങ്ങളുടെ മധ്യത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. 2 പേര് ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലോ ഏതെങ്കിലും സമൂഹത്തിന്റെ നടുക്കു നിന്നോ യേശുവിനെ പറ്റി ഏറ്റു പറയുന്നു, യേശുവിനെ മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് അറിഞ്ഞോണം, രാവിലെ വേദനയോടെ കരഞ്ഞുപോയ മകള് രാത്രി തിരിച്ചു വരാൻ നേരത്ത് അതുവരെ ദൈവത്തെ വിളിക്കാത്ത ഞാൻ, അതുവരെ യേശു എന്ന് പേര് വിളിക്കാത്ത ഞാൻ, ഡെയിലി 2 കുപ്പി മദ്യം കഴിച്ച് 85 സിഗരറ്റ് കണ്ടിന്യൂഷൻ ചെയിൻ സ്മോക്കറായിരുന്ന ഞാൻ, കഞ്ചാവും ലഹരിയും ക്ലോറാപ്രമൈസിനും പൊടിയെല്ലാം ഉപയോഗിച്ച ഞാൻ, N7 213 റൂം ദുബായ് സമയം ഒരു 6:45 കഴിഞ്ഞപ്പം തുറക്കുമ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ മകളോട് പറഞ്ഞത്, അനില, വാ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഒരു സക്കേവോസ് മരത്തിന്റെ ചുവട്ടിലോട്ട് വലിഞ്ഞു കയറിയപ്പം സക്കേവോസിന്റെ അരികിൽ ആരും പറഞ്ഞിട്ടില്ല, സക്കേവോസേ, ജന്മനാ മുടന്തനായവരെയും ജന്മനാ ചെകിടരായവരെയും മരിച്ചവരെ ഉയർപ്പിച്ച യേശു ജെറിക്കോയുടെ വഴി കടന്നു വരുന്നുണ്ട്, നീ അവനെ വിളിക്ക് സക്കേവോസേ, നീ ഒന്ന് കാണാൻ ശ്രമിക്ക്. പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് സക്കേവോസിനെ ആ മരത്തിൽ കയറ്റിയതാണ്. ആ മകനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ വഞ്ചിച്ചെടുത്തതും ചതിച്ചെടുത്തതുമായതെല്ലാം കർത്താവെ ഞാൻ തിരിച്ചു തരാം, കർത്താവെ തിരിച്ചു തരാം. പ്രിയപ്പെട്ടവരെ,
ഈ മകൾക്ക് വേണ്ടി ഡോറ് തുറന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്, അനില വാ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നിന്റെ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. വീട്ടിൽ മദ്യക്കുപ്പി ഇരിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. ആ മകൾ ഒരുപാട് പേടിച്ചു. എൻ്റെ ചേട്ടന് കുടിച്ചും വലിച്ചും ഭ്രാന്തായോ, എന്നെ ഇന്ന് കൊല്ലുവോ എൻ്റെ അനുചേട്ടൻ. പേടിയോടെ കയറി വന്നപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ നിന്നിട്ട് പറഞ്ഞു, വേഗം വാ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ചുമരിൽ യേശുവിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നു, ഒരു വിശുദ്ധ ഗ്രന്ഥം വെച്ചിരിക്കുന്നു, വചനം അടുക്കി വെച്ചിരിക്കുന്നു, സുവിശേഷ പെട്ടി വെച്ചിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എഴുന്നേറ്റ് യേശുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ബൈബിള് തുറന്ന് കുറച്ചു നേരം വായിച്ചിട്ട് പോകുന്ന ഒരു മകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതെന്താണെന്നോ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താണെന്നോ അറിയാത്ത ഞാൻ ആ മകളോട് പറഞ്ഞു, കയറി വാ, ഇന്ന് നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഒരുപാട് ഭയത്തോടെ മകളകത്ത് കയറി കുളിക്കാൻ റൂമിൽ കയറി വാഷ്റൂമിലോട്ട് കയറി കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ പുറത്തൊരു കൊച്ചു കുട്ടിയെ പോലെ നിന്നിട്ട് പറഞ്ഞു, വേഗം ഇറങ്ങി വാ, നമുക്കിന്ന് പ്രാർത്ഥിക്കാം, നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കുളി കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞപ്പം മക്കളില്ലാതിരിക്കുന്ന ജീവിത പശ്ചാത്തലം, പുകവലി 85 സിഗരറ്റ് വലിച്ചു കൊണ്ടിരുന്ന ജീവിതം, മദ്യപാനവും ലഹരിയും പിടിച്ചു കഴിയുമ്പോൾ സർജിക്കൽ ബ്ലേഡ് വാങ്ങിച്ച്, നിങ്ങൾക്കറിയാവോ എൻ്റെ ഈ വലത് കരം ഇവിടെ മുഴുവൻ ബ്ലേഡിന് വരഞ്ഞിരിക്കുകയാണ്. എൻ്റെ കാലിൻ്റെ ശരീരം മുഴുവൻ സർജിക്കൽ ബ്ലേഡിന് വരഞ്ഞ് ഒരു ലഹരി പിടിച്ചൊരു ജീവിതം. അവരായിരിക്കുന്ന അവസ്ഥയിൽ വാ എനിക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ചൊവ്വാഴ്ച ദിവസം ഒരു 7:30 കഴിഞ്ഞപ്പം 21-ാം തീയതി ഞാൻ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി. മക്കളെ ഞാൻ വിളിച്ച്, എൻ്റെ യേശുവേ, എനിക്ക് നിന്നെ അറിയത്തില്ല, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നീ ആരാണെന്ന് എനിക്കറിയത്തില്ല. കർത്താവേ, മക്കളില്ല, എൻ്റെ പിശാചിനെ ഞാൻ തിരിച്ചറിഞ്ഞ് അത് പുകവലി മദ്യപാനോ, എന്നെ ഒന്ന് രക്ഷിക്കാവോ. നിങ്ങൾക്കറിയാവോ മക്കളെ, 45 മിനിറ്റ് മുട്ടുകുത്തി നിന്ന് കൈ പൊക്കിപ്പിടിച്ച് ഞാൻ വാവിട്ട് കരഞ്ഞ്. എൻ്റെ പിശാച് പുകവലിയാണ്, എൻ്റെ പിശാച് മദ്യപാനമാണ്. ഇത് ചെന്ന് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളി ഉപദ്രവിക്കുന്നു. എനിക്ക് ജോലിയില്ല, എനിക്ക് ജോലി വേണ്ട, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കടഭാരമുണ്ട്, എനിക്കത് മാറ്റണ്ട, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കളെ വേണ്ട. എൻ്റെ പിശാച് പുകവലി മദ്യപാനവും മയക്കുമരുന്ന, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താവോ. സ്വർഗത്തിലിരിക്കുന്ന യേശുവേ, നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് രക്ഷപ്പെടുത്താവോ. എൻ്റെ പിന്നിലിരുന്ന ഭാര്യ കരഞ്ഞുകൊണ്ട് അവൾ ഓർത്തു, ഇത് അനുചേട്ടൻ എന്തോ മാനസിക രോഗമായി, എന്തോ പരിഭ്രാന്തിയായി, ഇന്ന് ഉറപ്പായിട്ടും എന്നെ കൊല്ലും. 45 മിനിറ്റ് വാവിട്ട് കരഞ്ഞിട്ട് ഞാൻ ഈശോയുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് മാറി കബോർഡിൻ്റെ മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന മദ്യക്കുപ്പി എടുത്ത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. എന്നിട്ട് ഈ വലത് കരം കൊണ്ട് ആ ഗ്ലാസ് ഞാനിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് ഉയർത്താൻ നോക്കിക്കഴിഞ്ഞപ്പം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവായ പരിശുദ്ധൻ എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. മക്കളെ, 33 വർഷക്കാലമായി യേശു അനുഭവം പ്രാപിക്കാതെ ആ ക്രൈസ്തവ കുടുംബത്തിലെ വിജാതിയുടെ അരികില് യേശുവിനെ കുറിച്ച് പറയാൻ ആര് വന്നാലും മാനസാന്തരം സംഭവിക്കത്തില്ല. അവൻ മദ്യപാനത്തിന്റെ ലഹരിയില്, അവൻ പുകവലിയുടെ ലഹരിയില്, അവൻ മയക്കുമരുന്നിന്റെ ലഹരിയില്, അവൻ വ്യഭിചാര ചിന്തകളുടെ ലഹരിയില്, അവൻ ഭാര്യയെ കൊല്ലാൻ ചിന്തിക്കുന്ന ലഹരിയില്, അവൻ ഭാര്യയെ ഉപദ്രവിക്കുന്ന രീതിയിലെല്ലാം ആയിരിക്കുമ്പോൾ യേശു വന്ന് കൈക്ക് പിടിച്ചു. മക്കളെ, പെട്ടെന്ന് കുടിക്കാനായിട്ട് വീണ്ടും ഗ്ലാസ് ഇങ്ങനെ അടുപ്പിക്കാൻ നോക്കുമ്പം എൻ്റെ ചുണ്ടോട് അടുപ്പിക്കാനായിട്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ് അനുവദിച്ചില്ല. ഞാൻ ആ ഗ്ലാസ് ആ താഴെ വാഷ് ബേസിന്റെ താഴെ വെച്ചു. എന്നിട്ട് അപ്പുറം ഇരിക്കുന്ന കാലി ഗ്ലാസ് എടുത്തു. എന്നിട്ട് ഞാനിങ്ങനെ ചുണ്ടോട് അടുപ്പിക്കാൻ നോക്കുമ്പം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന സ്പൂണ് എടുത്തു ചുണ്ടൽ അടുപ്പിക്കാൻ നോക്കുമ്പം പറ്റുന്നുണ്ടായിരുന്നു. ഫോർക്ക് എടുത്തു, അപ്പുറം ഇരിക്കുന്ന പാത്രം എടുത്തു, മദ്യമൊഴിച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഈ വലത് കൈകൊണ്ട് പിടിച്ചിട്ട് അത് ഉയർത്തിയിട്ട് ചുണ്ടോടടുപ്പിക്കാൻ നല്ല ദൈവം, സക്കേബോസിനെ വിളിച്ച് താഴോട്ടിറക്കിയ ദൈവം, ബർത്തമിയോ മോനെ, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നെന്ന് ചോദിച്ച ദൈവം എൻ്റെ വിളി മാനിച്ച് എൻ്റെ കയ്യെ പിടിച്ച് പേടിച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു അനുഭവം. മദ്യം വെള്ളം പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ, 85 സിഗരറ്റ് കണ്ടിന്യൂഷൻ ചെയിനായിട്ട് വലിക്കുന്നവൻ. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഈ കയ്യിലെ വിരലെല്ലാം കറുത്ത് നിക്കോട്ടിൻ കയറിയിട്ട് ബ്ലാക്ക് കളറായിരുന്നു. ഞാൻ പെത്തഡിൻ ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് ബോധരഹിതമായിട്ട് കിടക്കുമ്പോൾ സിഗരറ്റ് ഇങ്ങനെ വലിക്കും. സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ എൻ്റെ വയറ്റിൽ നിന്ന് എനിക്ക് മോഷൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു അഡിക്ഷൻ മാറ്റാനായിട്ട് വിക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ഡോക്ടർ വിക്രത്തിന് വേണ്ടി എൻ്റെ വൈഫ് ഒരു അപ്പോയിൻമെന്റ് എടുത്ത് അവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ നിക്കോട്ടിൻ പാച്ചസ് നിക്കോട്ടിൻ ചൂയിങ്ങോ തന്നു. നിക്കോട്ടിൻ പാച്ച് ഈ ഷോൾഡറിൻ്റെ അവിടെ ഒട്ടിക്കും.
അതൊട്ടിച്ച് കഴിഞ്ഞാൽ വലിക്കാൻ പറ്റത്തില്ല. ചൂയിങ്ങം വായിലിട്ട് കഴിഞ്ഞാൽ സിഗരറ്റിന്റെ സ്മെല്ലടിക്കുമ്പം ഛർദിക്കും. ഇതൊക്കെ തന്നിട്ടും ചൂയിങ്ങം വായിലിട്ടിട്ട് നിക്കോട്ടിൻ പാച്ച് ഒട്ടിച്ചിട്ട് സിഗരറ്റ് വലിക്കാൻ തക്കവണ്ണം പിശാച് കയറി അധികാരത്തോടെ ഭരിക്കുന്ന ജീവിതത്തില് യേശു വന്ന് കൈപിടിച്ചു. അറിയാവോ? പേടിച്ച് വരച്ച റൂമിക്കോട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നു. തിരിച്ചു വന്ന് വാഷ്റൂമിൽ പോയിട്ട് മോഷൻ ഒന്ന് പാസ് ചെയ്യാൻ ശ്രമിക്കാം വിത്തൗട്ട് സിഗരറ്റ്. ഞാൻ അവിടെ ഇരുന്നിട്ട് സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ച് ലൈറ്റർ കത്തിച്ചു. ഈ ഫ്ലെയിം ചെയ്യാൻ, കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്ററിലെ ഫ്ലെയിം സിഗരറ്റിന്റെ അറ്റത്ത് ഒന്ന് മുട്ടിക്കാൻ നല്ല ദൈവം അനുവദിച്ചില്ല. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. എല്ലാവരും ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. എല്ലാം മറന്ന കർത്താവിനെ ആടിപ്പാടി ആരാധിക്കണം. സർവശക്തനായ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പാപത്തെ എല്ലാം കഴുകി വിശുദ്ധീകരിച്ച് അവിടുന്ന്, പാപത്തിൻ്റെ കറകളിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിച്ച് അവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കാൻ, പ്രിയപ്പെട്ട മകനെ മകളെ, ഈ രാത്രിയിൽ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനം തുറന്ന് ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ദൈവമേ, ഈ ആലയത്തിൽ അങ്ങയുടെ ശക്തി നിറയണമേ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ. ഈ ആലയത്തിൻ്റെ ഏറ്റവും മുൻപിൽ മുതൽ പിൻഭാഗം വരെ കർത്താവെ നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ ഈ മക്കളുടെ മേൽ പരിശുദ്ധനായവൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ. ലൂക്ക 6:19 അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എല്ലാവരെയും സുഖപ്പെടുത്തി. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. ആരാധനയ്ക്ക് യോഗ്യര്, സർവശക്തനായവര്, ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യസ്തുതി. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ
ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. സർവശക്തനായ ദൈവമേ, ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ ഈ ആലയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ ആലയത്തിന്റെ മേൽ അയക്കണമേ. ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവിന്റെ ശക്തി വന്ന് നിറയണമേ. കർത്താവേ, എടുത്തു മാറ്റാനാവാത്ത തിന്മയുടെ സ്വാധീനങ്ങളുടെ മേൽ, എടുത്തു മാറ്റാനാവാത്ത പാപത്തിന്റെ ശക്തികളുടെ മേൽ, ദുരാസക്തികളുടെ മേൽ, തഴക്കദോഷങ്ങളുടെ മേൽ, തിന്മയുടെ പാപസ്വാധീനങ്ങളുടെ മേൽ ദൈവമേ, ഓരോ മകന്റെ മേലും മകളുടെ മേലും ഈശോ മിശിഹായുടെ കുരിശുമരണത്തിന്റെ പീഡാനുഭവത്തിന്റെ ഉത്ഥാനത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. എല്ലാ മക്കളും ഒട്ടുമേ നിൽക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അനവധിയായ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മേൽ വാരിക്കോരി ചൊരിയുന്ന വലിയൊരു ആശീർവാദത്തിൻ്റെ സമയമാണിത്. കുമ്പസാരിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്വന്തമാകാൻ തീരുമാനമെടുത്ത് ഓർമ്മയിലുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈശോയുടെ ആ മഹാസ്നേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന മകനെ മകളെ കർത്താവ് ഈ ആശീർവാദം തരുന്നത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ്. അനുഗ്രഹത്തിൻ്റെ അവകാശിയായി നിന്നെ മാറ്റാനാണ്. ലോകത്തിൻ്റെ അതിർത്തികളോളം നിന്നെ ഒരു അനുഗ്രഹമായി ഉയർത്തി നിർത്താനാണ് കർത്താവ് ഈ ആശീർവാദം തരുന്നത്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം തരുമ്പോൾ രണ്ട് കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ച് എത്രത്തോളം നിങ്ങൾ കൃപ ആഗ്രഹിക്കുന്നു അത്രത്തോളം ഈശോയുടെ വലിയ സ്നേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.